മുടികൊഴിച്ചിലിന്റെ ഒരു 7 കാരണങ്ങൾ നോക്കിയാലോ. ഇതിൽ ഒന്നാമത്തെ വരുന്നത് ലൈഫ് സ്റ്റൈൽ കാരണം ഉണ്ടാകുന്ന മുടികൊഴിച്ചിലാണ്. അതായത് നമ്മുടെ ഫിസിക്കൽ സ്ട്രെസ്, മെന്റൽ സ്ട്രെസ്, അതുപോലെ തന്നെ ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറക്കക്കുറവ്, പിന്നെ വരുന്നത് നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, പെട്ടെന്നുള്ള വെയിറ്റ് ലോസ്, ഇതൊക്കെ മുടികൊഴിച്ചിലിന് കാരണമാവുന്നുണ്ട്. രണ്ടാമത്തെ കാരണം ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് PCOD, അതുപോലെ തന്നെ തൈറോയിഡിന്റെ പ്രശ്നം, പിന്നെ മെനോപോസിന്റെ സമയത്ത് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്നത്, ഇതൊക്കെ നമ്മുടെ ഹോർമോണുമായി ബന്ധപ്പെട്ടുള്ള മുടികൊഴിച്ചിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള DHT എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് കൂടിയാലും മുടികൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. മൂന്നാമത്തെ വരുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് കാരണമാണ്. അതായത് വൈറ്റമിൻ D, വൈറ്റമിൻ B12, വൈറ്റമിൻ B കോംപ്ലക്സ്, സിങ്ക്, ബയോട്ടിൻ, ഇവയുടെ ഒക്കെ കുറവ് മുടികൊഴിച്ചിലിന് കാരണമാവുന്നുണ്ട്. നാലാമത്തെ കാരണം വരുന്നത് നമ്മുടെ ഹെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഡാൻഡ്രഫ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ ഡിസീസ്, എക്സിമ, സോറിയാസിസ്, ഫംഗൽ ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ മുടി നമ്മൾ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടുന്ന അവസ്ഥ, ഇതൊക്കെ മുടികൊഴിച്ചിലിന് കാരണമാവുന്നുണ്ട്. അഞ്ചാമത്തെ വരുന്നത് ചില മെഡിക്കേഷൻസും നമുക്ക് ഹെയർ ഫോളിന് കോസ് ആവാറുണ്ട്. അതായത് സ്റ്റീറോയിഡ്സ്, അതുപോലെ തന്നെ ആന്റി ഡിപ്രസൻസ്, കീമോതെറാപ്പി, കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് ഹെയർ ഫോള് ഉണ്ടാവാറുണ്ട്. ആറാമത്തെ വരുന്നത് ജനറ്റിക്കൽ ആയിട്ട് വരുന്നതാണ്. അതായത് ഫാമിലിയിൽ ഹെയർ ഫോളോ, കഷണ്ടി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്കും ഹെയർ ഫോൾ ഉണ്ടാവാൻ കാരണമാവാറുണ്ട്. ഏഴാമത് വരുന്നത് നമ്മൾ ഓവറായിട്ട് നമ്മുടെ ഹെയറിനെ സ്റ്റൈലിഷ് ചെയ്യുന്നത് ഹെയർ ഫോളിന് കാരണമാവാറുണ്ട്. അതായത് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്യുക, അതുപോലെ തന്നെ കളർ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് കളർ ചെയ്യുക, ക്ലോറിനേറ്റഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് കഴുകുക, ഇതൊക്കെ ഹെയർ ഫാളിന് കാരണമാവാൻ സാധ്യതയുണ്ട്. മുടികൊഴിച്ചിലിന്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ മെഡിക്കേഷൻസ് എടുക്കാവൂ.